ഹായ് ഗൈസ്, വെൽക്കം ടു അല്ലീസ് ഗാർഡൻ. എല്ലാവരുടെ വീട്ടിലെയും ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ പൂത്തുലഞ്ഞ് നിൽക്കുമായിരിക്കും അല്ലേ. എന്നാലും നമ്മുടെ കണ്ണൊന്ന് മാറിയാൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെ മൊട്ടിനെ ആക്രമിക്കുന്ന ജീവികളുണ്ടാവും. അതുമാത്രമല്ല, നമ്മുടെ ചെടിയെ ഇതുപോലെ ഇലകളൊക്കെ തളിരിലകളെയൊക്കെ ഒന്ന് നശിപ്പിക്കുന്ന ജീവികളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൊട്ടുകളൊക്കെ ഇതുപോലെ കറുപ്പിച്ച് കളയുന്ന ജീവികളുണ്ടായിരിക്കും. അതുമാത്രമല്ല, പലപ്പോഴും നമ്മുടെ മുട്ടകളുടെ പകുതി ആവുന്ന സമയത്ത് തിന്നു തീർക്കുന്ന ജീവികളുണ്ടാവും. വരുന്ന കുരുപ്പിനെയൊക്കെ ഇതുപോലെ മോശമാക്കുന്ന ജീവികളുണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു തൃപ്പിൻ്റെ, അതായത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയ ചെറിയ ചെറിയ ജീവികളുണ്ടായിരിക്കും കേട്ടോ. അതിനെയൊക്കെ ഒന്ന് കൊന്നു കളയുമ്പോൾ നമ്മുടെ ചെടി താണ്ട് ഇതുപോലെ നല്ല ഭംഗിയോടെ പൂത്ത് നിൽക്കുന്ന കാണാൻ പറ്റും. ഇതുപോലെ നല്ല രീതിയിൽ റോസ പിടിക്കണമെന്നും മറ്റ് ചെടികളൊക്കെ പിടിക്കണമെന്നും നമുക്ക് ആഗ്രഹം കാണത്തില്ലേ. നമ്മളിപ്പോൾ ബ്രൈഡൽ ബൊക്കെയൊക്കെ കണ്ടതുപോലെ നല്ല ഭംഗിയോടെ പൂക്കൾ പിടിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു കളഞ്ഞ ശക്തിയൊക്കെ വേണം കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ റോസുകളാണെങ്കിൽ മൊട്ടായി പോകാറുമുണ്ട്. അതിന് പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രപ്പണി കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനു മുമ്പ് എല്ലാവരും ചോദിക്കും, നേരത്തെ കാണിച്ച റോസിൻ്റെ പേരെന്താണെന്ന്. ഇതിൻ്റെ പേരാണ് ഫയർ റോസ് എന്ന് പറയുന്നത്. ഫ്ലോറിപുണ്ട ഇനത്തിൽപ്പെട്ട റോസാണ്. അതായത് നിറയെ പൂക്കൾ പിടിക്കുന്ന റോസാണ്. നാടൻ ബഡ് റോസാണ് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു റോസ് എന്ന് പറയുന്നത് ഒരു 10-12 ദിവസവും ഈ റോസിൻ്റെ പൂക്കൾ നിൽക്കും. മാത്രമല്ല, നല്ല ഇതളോട് കൂടിയിട്ടാണ് പിടിക്കുക കേട്ടോ. നല്ല ഭംഗിയോടെ നല്ല വെയിറ്റാണ് ആ റോസിനെന്ന് പറയുന്നത്. അതുപോലെ പിടിച്ച് നിൽക്കും. അതിനൊരു പ്രത്യേക കളറാണ്, ഒരു റെഡും ഓറഞ്ചും ഷെയ്ഡ് കലർന്നിട്ടുള്ള ഒരു കളറാണ്. എപ്പോഴും പൂക്കൾ പിടിച്ചിരിക്കുന്ന റോസുകൾ വേണമെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം. എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങിയത് റീംസിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ഔട്ട്ലെറ്റിൽ പോയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാനിത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു തൈര് വെച്ചിട്ടുള്ള ഇൻസെക്ടിസൈഡാണ്. ഈ ഒരു കുഞ്ഞ് പാട്ട എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെ പാട്ടയാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ തൈരൊക്കെ മേടിക്കുമ്പോൾ, യോഗേർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. 100 ഗ്രാമിൻ്റെയാണ്. വേറെ ഏതെങ്കിലും പാട്ട ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പം ഞാൻ എടുക്കുന്നത് 100 ഗ്രാം തൈരാണ്. ഈ തൈരെന്ന് പറയുന്നത് ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൻ്റെ വെളിയിൽ വെച്ചിരുന്ന തൈരാണ്. അപ്പോൾ കുറച്ചുകൂടെ തൈരിന് പുളിപ്പ് കൂടും. പുളിപ്പ് കൂടുമ്പോഴേ തൈരിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെടിയിൽ പിടിക്കത്തുള്ളൂ. ഇൻസെക്റ്റൊക്കെ എന്ന് പറയുന്നത് ഓടിപ്പോകത്തുള്ളൂ. അപ്പോൾ പുളിപ്പുള്ള തൈര് നോക്കി സെലക്ട് ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. പുളിപ്പില്ലാത്ത തൈര് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. മാത്രമല്ല, ഈ പുളിപ്പിച്ച സംഭവങ്ങളൊക്കെ ചെടിയിൽ തളിക്കുകയാണെങ്കിൽ കുരുപ്പൊക്കെ പെട്ടെന്ന്, അതായത് തളിർപ്പിലകളൊക്കെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനും ഇൻസെക്റ്റിൻ്റെ അറ്റാക്ക് മാറ്റാനും ഇത് യൂസ് ചെയ്യാം. നമ്മുടെ തളിർപ്പ് വരാനും യൂസ് ചെയ്യാം. അപ്പോൾ 100 ഗ്രാം തൈരെന്ന് പറയുന്നത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1 ലിറ്റർ അളവിലുള്ള ഒരു കപ്പാണ്. അപ്പോൾ 1 ലിറ്റർ അളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചേക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം തൈര് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ചെടികൾക്കെന്ന് പറയുന്നത് എപ്പോഴും ഈ അസിഡിക് സ്വഭാവമുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അതാണ് പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ആയിട്ട് കിളിർപ്പുകളും അല്ലെങ്കിൽ തഴച്ചു വളരെയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈരിൽ ചെറുതായിട്ട് ഈ പാട പോലെയുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ കട്ടിയായിട്ട് തൈരൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കാം. അതും ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്പ്രേ ബോട്ടിലാണെങ്കിൽ അത് അതിലൂടെ അങ്ങ് പൊയ്ക്കോളും, കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒഴിച്ച് തൈരെന്ന് പറയുന്ന ഒരു 3-4 ദിവസം കുറച്ചുകൂടെ നല്ല രീതിയിൽ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് പുളിപ്പിച്ച തൈരായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ചെറിയൊരു ബോക്സിലോട്ട് മാറ്റിയിട്ട് 1 ലിറ്റർ വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് 1 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പം എന്തായാലും പുളിപ്പിത്തിരി കുറഞ്ഞു കിട്ടും. അപ്പോൾ കുറയുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതെന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഇനി എടുക്കാൻ പോണ വിനാഗിരി എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ പകുതി വിനാഗിരി, ഇത്രയും പകുതി വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതായത് 50 ഗ്രാം വിനാഗിരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പുളിപ്പുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഈ ചെയ്ത മിക്സിംഗ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് ആക്കുന്നതാണ് നല്ലത്. എന്നാലും നല്ല രീതിയിൽ ആ മിശ്രിതം എന്ന് പറയുന്നത് ബാലൻസ് ആയിട്ട് മിക്സ് ആവും. പല രീതിയിലുള്ള
രീതിയിലുള്ള ഇതുപോലെയുള്ള ലിക്വിഡായിട്ടുള്ള സ്പ്രേ ചെയ്യുന്ന ഇൻസെക്ടിസൈഡൊക്കെ നമ്മുടെ ചെടിയിൽ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏതാണ് നല്ല രീതിയിൽ നമ്മുടെ ചെടിയെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തൈര് പുളിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നീം ഓയിലായിരിക്കാം. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ചെടിയെ അധികം മോശമായിട്ട് ബാധിക്കത്തില്ല. ഇപ്പം നീം ഓയിലോ എക്സോഡസോ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെയും ഭയങ്കര നല്ല റിസൾട്ടൊന്നും തരത്തില്ല എന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ തൈര് സ്പ്രേ ചെയ്തപ്പോൾ കേട്ടോ. നല്ല രീതിയിൽ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട്, ചെടിയൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഷോർട്സും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എൻ്റെ ചെടിയെ പറ്റിയിട്ട് അറിയാം. കുറച്ചൊന്ന് കണ്ണ് തെറ്റിയാൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. റോസായിട്ട് ഒറ്റ ദിവസം കണ്ണ് തെറ്റിയാൽ മതി കേട്ടോ, അപ്പം തന്നെ ചെടിയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ചെറിയ രീതിയിലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നു. റോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു 2 റോസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു കൈ അകലെങ്കിലും വേണം. അല്ലെങ്കിൽ ഒരു ചെടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അടുത്ത ചെടിയിൽ വരാൻ പെട്ടെന്ന്, അതായത് കണ്ണടച്ച് തുടങ്ങുന്ന സമയം മതി. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ചെടിയിൽ പെസ്റ്റോ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ അടുത്ത ചെടിയിൽ പെട്ടെന്ന് തന്നെ അത് പറന്ന് വരാനും അല്ലെങ്കിൽ വരാനും ചാൻസ് കൂടുതലാണ്. ഒരു കൈ ഗ്യാപ്പ് അകലെ എന്നുള്ള രീതിയിലാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ റോസിന് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അതുമാത്രമല്ല, റോസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതായത് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടെങ്കിലും നമ്മുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ശക്തമായിട്ട് സ്പ്രേയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചീറ്റി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നല്ല സ്പ്രേ ബോട്ടിലാണ് ആദ്യം മേടിക്കേണ്ടത്. നല്ല ശക്തിയോടെ, അതായത് ഫോഴ്സ്ഫുള്ളി നമ്മുടെ ചെടികളിൽ അടിച്ചു കൊടുത്താലേ ആ ഒരു ചെറിയ ചെറിയ ജീവികളൊക്കെ എന്ന് പറയുന്നത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ചില മരുന്നുകളൊക്കെ അടിച്ചു കൊടുത്താൽ നമ്മുടെ ചെടി എന്ന് പറയുന്ന ആരോഗ്യത്തോടെ നിൽക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ചില അസുഖങ്ങളൊക്കെ ചിലപ്പോൾ വന്നാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള വീട്ടിലുള്ള റെമഡീസ് വെച്ചിട്ട് ഇതുപോലെ ഇൻസെക്ടിസൈഡ് ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് കെമിക്കൽസൊക്കെ നമ്മുടെ ചെടിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷവും ഒക്കെ ഉണ്ടാകുന്നത്. ചെടിയും പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഈ ഒരു മൊട്ടയായിപ്പോയിട്ടുള്ള റോസിൽ പലരുടെയും പ്രശ്നമാണല്ലേ, എൻ്റെ റോസ് ഇതുപോലെയാണ് മൊട്ടയായിപ്പോയി കിളിർക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പോയി കാണുക. സമയം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ റീപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുക. അപ്പോൾ CC പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഞാനിവിടെ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പ്ലാൻസ് ഒക്കെ എല്ലാവരുടെയും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഫുള്ള് കാണും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം, എനിക്ക് പറ്റുന്നതൊക്കെ അറിയാൻ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.